ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റന്റ് കമ്പൈലർ എന്ന ചോദ്യപേപ്പറാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന് വേണ്ടിയിട്ട് നടത്തിയ ചോദ്യപേപ്പറാണിത്. അപ്പോൾ ഈ ചോദ്യപേപ്പർ 16/5/2024 ഇന്ന് നടന്ന ചോദ്യപേപ്പറാണ്. കേരള PSC പ്രൊഫഷണൽ ആൻസർ കീം പബ്ലിഷ് ചെയ്തു. അപ്പൊ നമുക്ക് ആൻസേഴ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ക്രമം ഏതാണ്? കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. കുളച്ചൽ യുദ്ധം 1741 നടന്നത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു. ഡച്ച് സൈന്യം ഡിലനോയി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങി. അപ്പോ ആദ്യമായിട്ടാണ് ഒരു നാട്ടുരാജ്യം, ഇന്ത്യൻ നാട്ടുരാജ്യം, ഒരു വിദേശ ശക്തിയെ തോൽപ്പിച്ചത്. കുളച്ചൽ യുദ്ധപ്രകാരം അവർ തോറ്റെങ്കിലും മാവേലിക്കര ഉടമ്പടി പ്രകാരമാണ് ഇവിടുന്ന് പുറത്താകുന്നത്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11 വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. അപ്പോൾ ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 നമ്മുടെ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. ഇത് പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് കൈമാറി. 1793 ടിപ്പു സുൽത്താനെ വധിക്കുകയും ചെയ്തു. അപ്പൊ ആറ്റിങ്ങൽ കലാപ സമയത്ത്, ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്, തിരുവനന്തപുരം. ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാടിലെ രാജാവ് ആദിത്യ വർമ്മയാണ്. ഇനി ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15 കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം കൂടിയാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോ ഒരു വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു. ആരൊക്കെ തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്? അതിന്റെ ആൻസേഴ്സ് നമ്മളുടെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരില് മാർത്താണ്ഡവർമ്മയാണ് ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ചുവടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ വ്യക്തികൾ മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പ്രസ്താവിച്ചതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പ്രസ്താവിച്ചത് ജെയിംസ് ഓട്ടീസ് ആണ്. ഇവിടെയാണ് 1773 എന്ത് നടന്നത്? നമ്മുടെ തേയിലപ്പെട്ടികളൊക്കെ പുറത്ത് എറിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ 1773 ഡിസംബറിലാണ് എന്ത് നടക്കുന്നത്? ഈ തേയിലപ്പെട്ടികളെല്ലാം വലിച്ച് എറിയുന്നത്. ഇനി നമുക്ക് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 1774 ഇവർ ഫിലാഡൽഫിയയിൽ എന്ത് സ്ഥാപിക്കുന്നു? ഇവർ സമ്മേളിച്ചു. അപ്പൊ ജോർജിയ എന്ന കോളനി ഒഴിഞ്ഞു. 13 കോളനികളായിരുന്നു ഉണ്ടായത്. ജോർജിയ ഒഴിഞ്ഞു നിന്നു. ഇനി ബോസ്റ്റൺ, അടുത്തത് 75 ഫിലാഡൽഫിയയിൽ രണ്ടാം സമ്മേളനം നടന്നപ്പോൾ ജോർജിയയും പങ്കെടുത്തു. 76 ഇവർക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫ്രഞ്ച് വിപ്ലവം 1789. ഓർക്കാൻ എളുപ്പമുള്ള ഒരു വർഷമാണ് 789. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലൂയി 14 ലൂയി 15 ഞാനാണ് രാഷ്ട്രം എന്ന് 14 പറയുന്നു. 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നു. 16 സമയത്താണ് വിപ്ലവം നടക്കുന്നത്. 3 എസ്റ്റേറ്റുകൾ. അപ്പൊ 3-ാം എസ്റ്റേറ്റിലാണ് കൂടുതൽ ആളുകൾ, അധ്യാപകർ, കർഷകർ, കൂലിവേലക്കാർ, അങ്ങനെ ബാങ്കുകാർ. ഇതൊക്കെ 3-ാം എസ്റ്റേറ്റുകളാണ്. തങ്ങളാണ് ഫ്രാൻസിന്റെ അധികാരികൾ എന്ന് 3-ാം എസ്റ്റേറ്റുകൾ പറയുകയും ടെന്നീസ് വിപ്ലവം നടക്കുന്നത് 3-ാം എസ്റ്റേറ്റിലാണ്. ബൂർവൻ രാജവാഴ്ച അവസാനിക്കുകയാണ്. ബാസ്റ്റൺ ജയിൽ തകർക്കുന്നത് 3-ാം ഈ ഒരു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ എന്ന പ്രസ്താവനയും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് മേരി ആന്റോയിനേറ്റ് ഉയർത്തിയ പ്രസ്താവനയാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൈമൺ ബൊളിവർ. അമേരിക്കൻ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തോമസ് പെയിൻ. അപ്പോൾ ഇവര് ബ്രിട്ടീഷുകാരുടെ മതപരമായ പീഡനത്തെ തുടർന്നാണ് കുറച്ച് ആളുകൾ കപ്പൽ കയറി, മെയ് ഫ്ലവർ എന്ന കപ്പൽ കയറി അമേരിക്കയിൽ എത്തുന്നത്. എന്നാൽ അവിടെയും ഇവരെ പീഡിപ്പിക്കുന്നു, നികുതിയൊക്കെ കൂട്ടി ഭയങ്കരമായി പീഡിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ മറ്റു രാജ്യങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയേണ്ടതില്ല, അത് കോമൺ സെൻസിന് നിരക്കുന്നതല്ല എന്ന് തോമസ് പെയിൻ പറഞ്ഞു. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് വോൾട്ടയർ. റഷ്യൻ വിപ്ലവം 1917 നടന്നതാണ്.
റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് ലെനിന്, അലക്സാണ്ടർ കെരൻസ്കി, ട്രോട്സ്കി, ഇവരൊക്കെ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ഉത്തരം 1 സി ആണ്, 2 എ ആണ്, 3 ഡി ആണ്, 4 ബി ആണ്. അടുത്ത ചോദ്യം 1857 കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1857 കലാപം ആരംഭിച്ചത് ആവതിലാണ്. കർഷകർ, കരകൗശല തൊഴിലാളികൾ കലാപത്തിൽ പങ്കെടുത്തു. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്, ഉത്തർപ്രദേശിലാണ് മീററ്റ്. മെയ് 10 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോ ഇത് തെറ്റാണ്. കർഷകർ, കരകൗശല തൊഴിലാളികൾ കലാപത്തിൽ പങ്കെടുത്തു. ചില സ്ഥലങ്ങൾ വിട്ടുനിന്നിരുന്നു. പഞ്ചാബ്, മദ്രാസ് ഒക്കെ ഈ കലാപത്തിൽ പങ്കെടുത്തില്ല. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ. തെറ്റാണ്. മൗലവി അഹമ്മദുള്ളയാണ്. ബീഗം ഹസ്രത്ത് മഹൽ ലക്നൗ, അല്ലെ, ഉത്തർപ്രദേശിലെ ലക്നൗ. ഇനി 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ആരെ ഏറ്റെടുക്കുന്നു? 1858 ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുന്നു, വിക്ടോറിയ രാജ്ഞി. ഇത് പ്രസ്താവിച്ചത് അലഹബാദിൽ വെച്ചിട്ട് കാനിങ് പ്രഭുവാണ്. തെറ്റായത് ആണ് ചോദിച്ചത്? അല്ല, ശരിയാണ് ചോദിച്ചത്. ശരി, കരകൗശലവും 57 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തതുമാണ്. 2ഉം 4ഉം ശരിയാണ്. ഇനി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ പരിശോധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വസ്തുത പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മാർത്താണ്ഡവർമ്മ വാർഷിക ബജറ്റ് പതിവ് കണക്ക് അവതരിപ്പിച്ചു. അത് ശരിയാണ്. 1750 ജനുവരി അല്ലേ തൃപ്പടിദാനം, 1ാം തൃപ്പടിദാനം നടത്തിയത്. 2ാം തൃപ്പടിദാനം ധർമ്മരാജ നടത്തിയ 1766. അപ്പോൾ അത് തെറ്റാണ്. ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ശരിയാണ്. ദേവസ്വം ബ്രഹ്മസ്വം പണ്ടാരവക ഇങ്ങനെയൊക്കെ തിരിച്ചിരുന്നു. കർഷകരിൽ നിന്ന് സൈനികരെ നിയമിച്ചു. അപ്പൊ ഇവിടെ ഉത്തരം പ്രൊവിഷണൽ ആൻസർ കീ മുകളിൽ പറഞ്ഞതെല്ലാം എന്നാണ്. അത് തെറ്റായ ഉത്തരമാണ്. 1750 അല്ലേ, അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പൊ ഇതിന് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് എലിമിനേറ്റ് ചെയ്യാനാണ് സാധ്യത ഫൈനൽ കീയിൽ. ഇനി താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനം. ശരിയാണ്. അമേരിക്ക ഐക്യരാഷ്ട്ര സംഘടന ആസ്ഥാനം ന്യൂയോർക്ക്. ആന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി. 2017 യുഎന്നിന്റെ സെക്രട്ടറി ജനറലായി നമ്മുടെ ആന്റോണിയോ ഗുട്ടറസ് എത്തുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയറ്റ്നയിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയറ്റ്നയാണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതി നിലവിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങൾ. അതും ശരിയാണ്. അപ്പോ നമുക്ക് 1, 3, 4 ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. പക്ഷെ ചോദ്യം പ്രസ്താവനകൾ തെറ്റേത് എന്നാണ്. അത് 2 മാത്രമാണ് തെറ്റ്. ആന്റോണിയോ ഗുട്ടറസ് ആണ് 17 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി. 2ാം തവണയായി പോർച്ചുഗലാണ് എന്ന് ഓർക്കുക. ഓവർലാപ്പോട് കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യങ്ങൾ ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നമ്മളുടെ ഉത്തരം സ്റ്റീരിയോസ്കോപ്പാണ്. സ്കൂൾ ബുക്കിലെ ഒരു ചോദ്യമാണിത്. ആകാശ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ചെലവേറിയതാണ്. അപ്പോൾ കുറച്ച് ഓവർലാപ്പിംഗ് നടക്കുന്നു. 60% ഓവർലാപ്പിംഗ് നടക്കുന്നു, അല്ലെ. പിന്നെ കുറച്ച് എന്തുണ്ട്, വൈബ്രേഷൻസ് ഒക്കെ നടക്കുന്നു. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ക്ലിയർ ഇമേജ് കിട്ടുന്നില്ല. എന്നാൽ ദുർഘടകമായ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് പോയി ഫോട്ടോ എടുക്കാൻ പറ്റും. ആകാശ ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. താപീയ മധ്യരേഖ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്നു. ഇനി ഉത്തരാഖണ്ഡ് ടിബറ്റ് ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? നാഥുല ചുരം സിക്കിം എന്ന സ്ഥലത്താണ്. ഇതിനെ പട്ടുതുണിപ്പാത എന്ന് വിളിക്കുന്നു, സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നു. സിക്കിം ടിബറ്റ് ബന്ധിപ്പിക്കുന്നു. കൈലാസ്നാഥ ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പവഴിയാണ് നാഥുല ചുരം. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് ആണ്. സോജില ചുരം എന്ന് പറയുമ്പോൾ കാർഗിൽ ശ്രീനഗർ ബന്ധിപ്പിക്കുന്നു. ശ്രീനഗർ കാർഗിൽ ബന്ധിപ്പിക്കുന്നു. അത് കാശ്മീരിലാണ്. ലിപുലേക്കാണ് നമ്മളുടെ ഉത്തരം. ഉത്തരാഖണ്ഡ് ടിബറ്റിനെയാണ് ബന്ധിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡ് ടിബറ്റ്. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? എക്സാമിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന NW3 ആണ്. കൊല്ലം കോഴിക്കോട് കണക്ഷൻ ഉള്ള നമ്മുടെ കേരളത്തിലെ നാഷണൽ വാട്ടർവേ ആണ് NW3. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ. ഇനി എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് NW1 ഏത് നദിയിലാണ്? ഗംഗാ നദിയിലാണ്.
അതുപോലെ NW2 ഏത് നദിയിലാണ്? അത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഇത് രണ്ട് എപ്പോഴും വാട്ടർവേയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ നാഷണൽ വാട്ടർവേ ബ്രഹ്മണി മഹാനദി ഡെൽറ്റ ദേശീയ ജലപാത 5 ആണ്. ദേശീയ ജലപാത 5. ഇനി ഒരു കറന്റ് അഫെയർ ആണ്. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? നമ്മുടെ ഉത്തരം സോർസൻ ആണ്. അപ്പോൾ രാജസ്ഥാനിൽ പുതുതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതാണ്? നബാർഡ് എന്ന് പറയുമ്പോൾ കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം നബാർഡുമായി ബന്ധപ്പെട്ട് ശരിയാണ്. വായ്പ കൊടുക്കുന്നു, കൃഷിക്ക് വേണ്ടി തുടങ്ങിയതാണ്. അത് മാത്രമല്ല ഗ്രാമവികസനത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് നബാർഡ് ആരംഭിച്ചത്. ആസ്ഥാനം മുംബൈയാണ്, ശിവരാമൻ കമ്മിറ്റിയാണ്, 1982 സ്ഥാപിച്ചത്. എല്ലാം ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ്, അപ്പോൾ സുഗന്ധവിളയുടെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. എന്നാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ആൻസർ കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. അപ്പോ നമ്മുടെ പഞ്ചവത്സര പദ്ധതി എവിടുന്നാ കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ്, USSRൽ നിന്നാണ്. ഈ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ്? എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 1951, 56. അതിന്റെ പ്രാധാന്യം കൃഷി ജലസേചനമായിരുന്നു. ഈ മോഡലിനെ ഹരോഡ് ഡോമർ മോഡൽ എന്ന് വിളിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതി 56, 61 5 വർഷമാണല്ലോ. ഈ ഒരു പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് വ്യവസായത്തിനാണ്. ഇതിനെ മഹലനോബിസ് മോഡൽ എന്ന് വിളിച്ചു. മൂന്നാം പഞ്ചവത്സര പദ്ധതി എപ്പം മുതലായിരുന്നു? 61 to 66 അല്ലെ? ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രത്യേകത പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ്. 2 യുദ്ധങ്ങൾ നടന്നു, അതുകൊണ്ട് പരാജയപ്പെട്ടു. അപ്പൊ ഇന്ദിരാഗാന്ധി തീരുമാനിച്ചു 66, 69 ഒരു പ്ലാൻ ഹോളിഡേ ആക്കാം, വാർഷിക പദ്ധതികൾ അവതരിപ്പിക്കാം. ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകത ICDS ആരംഭിച്ചു. അപ്പോ എന്താണ്? ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീമാണ്. അതായത് സംയോജിത ശിശു വികസന സമിതിയാണ്. ഇത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ആരംഭിച്ചത്. നിർത്തിവെച്ച ഏക പഞ്ചവത്സര പദ്ധതി 5. മൊറാർജി ദേശായി വന്നപ്പോൾ അങ്ങ് നിർത്തിയേ ഉള്ളൂ. 9ന്റെ പ്രത്യേകത ജനകീയ പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നു. സ്വാതന്ത്ര്യം കിട്ടി 50-ാം വർഷം ആയപ്പോൾ ഉള്ള പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഒരു പ്രത്യേകത, 12 പഞ്ചവത്സര പദ്ധതികളാണ് ആദ്യം ഉണ്ടായിരുന്നത്. 12ന്റെ പ്രത്യേകത സുസ്ഥിര വികസനം എന്നതായിരുന്നു ലക്ഷ്യം. ഇനി നമുക്കറിയേണ്ടത് 7ാം പഞ്ചവത്സര പദ്ധതികൾ. വാർത്താവിനിമയത്തിന് പ്രാധാന്യം നൽകി രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. സാം പിത്രോഡയാണ് വാർത്താവിനിമയത്തിന് സഹായിച്ചത്. അപ്പൊ ജവഹർ റോസ്ഗർ യോജന ആരംഭിച്ചതും 7ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പൊ പ്ലാൻ ഹോളിഡേ 66, 69. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, മൂന്നാമത്തത് എന്താണ്? സ്വകാര്യവൽക്കരണം. നവസാമ്പത്തിക പരിഷ്കാരങ്ങളാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ഈ സമയത്ത് പ്രധാനമന്ത്രി നരസിംഹ റാവുവാണ്. പുത്തൻ ഉടുപ്പുകൾ നരയ്ക്കാറില്ല എന്ന് ഓർക്കുക. മൻമോഹൻ സിംഗ് പുത്തൻ ഉടുപ്പുകൾ നരയ്ക്കാറില്ല, നരസിംഹറാവു. മൻമോഹൻ സിംഗ് ഈ സമയത്ത് ധനകാര്യ മന്ത്രിയായിരുന്നു. എന്തുകൊണ്ട് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെന്ന് വെച്ചാൽ ഇന്ത്യയില് വിദേശ നാണയങ്ങൾ കുറഞ്ഞു. വിദേശ നാണയങ്ങൾ ഒട്ടുമില്ലാണ്ടായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് പോയത്. അത് കാരണം നമുക്ക് വികസനങ്ങൾ ഉണ്ടായി, നമ്മുടെ മാർക്കറ്റ് വലുതായി. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം മുംബൈയിലാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. അപ്പോൾ നമ്മുടെ ബാങ്കുകളുടെ ബാങ്ക്, കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇപ്പോഴത്തെ അധ്യക്ഷൻ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത. 5 സവിശേഷതകളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിനുള്ളത്. ശ്രേണിപരമായ സംഘാടന, യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായ ആരോടും ഒരു ഇതും കാണിക്കാൻ പാടില്ല, പിന്നെ തൊഴിലില് വൈദഗ്ധ്യം വേണം. ഇങ്ങനെ ഒരു 5 എണ്ണാണ് ഉള്ളത്. അപ്പോ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനം, തൊഴിൽ വൈദഗ്ധ്യം വേണം. എന്നാൽ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഏറ്റവും താഴെ കോൺസ്റ്റബിള്, അതിനുശേഷം SI, അങ്ങനെ പോയി DGP വരെ വരുന്നു അല്ലെ. അധ്യാപകരാണെങ്കിൽ അധ്യാപകര്, ഹെഡ് മാസ്റ്റർ, പിന്നെ DPO, അങ്ങനെ AEO, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോ താഴെ നിന്ന് മുകളിലേക്കാണ് അധികാര വിതരണ രീതി, മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ടാണ് അധികാര വിതരണ രീതി. ഇനി
രാഷ്ട്രീയപരമായി ഇവർക്ക് ആരോടും ഒരു വിധേയത്വം പാടില്ല, അല്ലെ? അപ്പൊ അത് രണ്ടുമാണ് തെറ്റ്. ഒന്നും മൂന്നുമാണ് തെറ്റ്. ശരി 2ഉം 4ഉമാണ്. 1ഉം 3ഉം ഓപ്ഷൻ ഡി ആണ്. അടുത്തത് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നമ്മുടെ ആൻസർ വി ഹരി നായരാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഹീരലാൽ സമാരിയ അപ്പോ കേന്ദ്രത്തിന്റെ വിവരാവകാശ കമ്മീഷണർ. അടുത്തത് ഇന്ത്യൻ പാർലമെന്റ് ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏത്? പാർലമെന്റില് ഒരു ബില്ല് അവതരിപ്പിക്കുന്നു. നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അതിനെ പിന്നെ വിളിക്കും നിയമം, അല്ലെ? ബില്ല് കരട് രൂപമാണ്, നിയമമാകുന്നത് രാഷ്ട്രപതി ഒപ്പുവെക്കുമ്പോഴാണ്. ആദ്യം ഒരു വായന നടത്തും, അതിനുശേഷം 2ാം വായന നടത്തും, പിന്നെ 3ാം വായന നടത്തും. ആരാണോ ഏത് പാർലമെന്റിലാണോ അവതരിപ്പിച്ചത്, രാജ്യസഭയുണ്ട് ലോക്സഭയുണ്ട്, എവിടെയാണോ അവതരിപ്പിച്ചത് അതിന്റെ അധ്യക്ഷൻ ഒപ്പിടും, അടുത്ത സഭയ്ക്ക് കൈമാറും. അവിടെയും 1ാം വായന, 2ാം വായന, 3ാം വായന. അവിടുത്തെ അധ്യക്ഷൻ സൈൻ ചെയ്യുന്നു, രാഷ്ട്രപതിക്ക് കൈമാറുന്നു. അപ്പോഴാണ് ബില്ല് നിയമമായി മാറുന്നത്. 2ാം വായന സമയത്താണ് കൂടുതൽ തിരുത്തലുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ അധികാരമുള്ളൂ. ശരിയല്ലേ? യൂണിയൻ ലിസ്റ്റ് ആണെങ്കിൽ കേന്ദ്രത്തിനാണ് അധികാരം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുന്നത്. ശരിയാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ വൈദ്യുതി, സാമ്പത്തിക ആസൂത്രണം, ജനകീയ ആസൂത്രണം, അപ്പോൾ ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റ് ആണ്. നമ്മുടെ വന്യജീവി സംരക്ഷണങ്ങള്, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ രണ്ടുപേർക്കും അവകാശമുണ്ട്, സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെന്റിനും. എങ്കിലും നിയമനിർമ്മാണം നടത്താൻ പോകുന്നത് രണ്ടുപേരും കൂടെ നിയമം നിർമ്മിച്ചാൽ കേന്ദ്രത്തിന്റെ ആയിരിക്കും നിലനിൽക്കുക. ഒരു എക്സാമിന്റെ ചോദ്യമാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, 7 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് അധികാരം. റെസിജ്വൽ പവേഴ്സ്, അവശിഷ്ടാധികാരം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് സംസ്ഥാന ഗവൺമെന്റ് അധികാരമില്ല. പോലീസ്, ജയില്, ഇനിയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള്, മത്സ്യബന്ധനം, ഈ കൃഷി, ഇതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ഇതും തെറ്റാണ്. നമ്മൾ ചോദിച്ചത് ശരി പറയാനാണ്. 1ഉം 2ഉമാണ് ശരി. അടുത്തതിലേക്ക് പോകുന്നു. പോക്സോ ആക്ട് എന്താണ്? കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള ആണാണോ പെണ്ണാണോ എന്നില്ല, കുട്ടി, ആണും പെണ്ണും 18 വയസ്സിൽ താഴെ ആയാൽ മതി. അത് പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടിയാണ്. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? നമ്മുടെ ഉത്തരം സുനീതിയാണ്. സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് കലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്ത്? രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. കുടുംബശ്രീ ഇപ്പൊ 25 വർഷമായി രജത ജൂബിലിയായി. ഓർക്കുക, വെരി ഇമ്പോർട്ടന്റ്. ചുവടുകൾ എന്ന് പറയുന്ന പുതിയ പദ്ധതി, അവരൊരു പുതിയ കൂട്ടായ്മ രൂപീകരിച്ചു. അതൊക്കെ ഓർക്കുക. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? സംസ്ഥാന ഗവൺമെന്റിന് നിയമ ഉപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാം, സംസാരിക്കാം. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിൽ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല, എന്നാൽ സംസാരിക്കാം, പങ്കെടുക്കാം. ഗവൺമെന്റിന് നിയമോപദേശം നൽകും. നമ്മുടെ അറ്റോർണി ജനറലിന് പകരം സംസ്ഥാനത്തുള്ളതാണ് അഡ്വക്കേറ്റ് ജനറൽ. ഒന്നാമത്തെ നിയമ ഓഫീസറാണ് അഡ്വക്കേറ്റ് ജനറൽ. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ തെറ്റായ വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചത്? അനുച്ഛേദം 14 നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടിയാണ്. നിയമത്തിന് മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടിയാണ്. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? അപ്പൊ ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയില് 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി, നമ്മുടെ ഉത്തരം ഒന്നാമത്തതിൽ ഉൽപാദകരാണ് ഹരിതസസ്യങ്ങൾ. 2 പ്രാഥമിക ഉപഭോക്താക്കളാണ്, സസ്യാഹാരികൾ വരും. 3 മാംസാഹാരികൾ ദ്വിതീയ ഉപഭോക്താക്കൾ വരും.
ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണം മറ്റതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തത് കമൻസലിസമാണ്. മ്യൂച്വലിസം രണ്ടിനും ഗുണം. മത്സരം ഒന്നിന് ഗുണം ഒന്നിന് ദോഷം. പരാതി ജീവനവും ഒന്നിന് ഗുണം ഒന്നിന് ദോഷം. താഴെ പറയുന്നതിൽ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമ്മുടെ ഉത്തരം ഇൻസിറ്റു എന്ന് പറയുമ്പോൾ അതാത് ജീവിവർഗത്തെ അവിടെ തന്നെ നിർത്തി സംരക്ഷിക്കാൻ കമ്മ്യൂണിറ്റി റിസർവ്, വന്യജീവി, നാഷണൽ പാർക്ക് ഒക്കെ എക്സാമ്പിൾ ആണ്. ജീൻ ബാങ്ക് എക്സിറ്റു കൺസർവേഷൻ ആണ്. നമ്മൾ കാണാൻ പോകുന്ന സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ എക്സിറ്റു ആണ്. ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ആൻസർ ഹെപ്പാരിൻ ആണ്. ആൻസർ ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ശ്രീമൻ നാരായണൻ. ശ്രീമൻ നാരായണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? അപ്പൊ ഒരേ തന്മാത്രകളാണെങ്കിൽ കൊഹിഷൻ ആണ്. ഏറ്റവും ചെറിയ ഫോഴ്സ് ആണ് ഗുരുത്വാകർഷണ ബലം. ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചു. വലിയ ഫോഴ്സ് ആണ്, ശക്തിയേറിയ ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ബലം. അഡ്ഹീഷൻ ബലം വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എന്താണ്? 11.2 km/s ആണ്. മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക, നെയിൽ പുളർ തുടങ്ങിയവ. നാരങ്ങ ഞെക്കി ബോട്ടിൽ ഓപ്പണർ രണ്ടാം വർഗ ഉത്തോലകമാണ്. മൂന്നാം വർഗ ഉത്തോലകമാണ് ചവണ. മൂന്നാം വർഗ ഉത്തോലകം ഏതാണ്? നമ്മളുടെ ഉത്തരം ചവണയാണ്. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? നമ്മുടെ ചന്ദ്രയാൻ 1, 2, 3 ഇപ്പൊ കഴിഞ്ഞു. ചന്ദ്രയാൻ 3 നമ്മൾ കാലുകുത്തിയ പോയിന്റ് ശിവശക്തി പോയിന്റ് എന്ന് പേര് കൊടുത്തു. 2 തിരങ്ക എന്ന് കൊടുത്തു. 1ാമത്തതിന്റെ പേര് ജവഹർ പോയിന്റ് എന്നാണ്. നമ്മളാണ് 4ാമത്തെ രാജ്യം. ഇപ്പൊ 5ാമത്തെ രാജ്യം പോയി ജപ്പാൻ. ഒരു ആംഫോട്രിക് ഓക്സൈഡിന് ഉദാഹരണം എന്ത്? ബേസും ആൽക്കലിയായി മാറാനുള്ള കഴിവാണ് ആംഫോട്രിക്. ഇതെല്ലാം ഓക്സിജൻ കമ്പൗണ്ട് ഓക്സൈഡ്സ് ആയിരിക്കും. സിങ്ക് ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, Al2O3 ഇതൊക്കെയാണ് ആംഫോട്രിക്കിന് എക്സാമ്പിൾ. കപട സംക്രമണ മൂലകം ഏത്? മെർക്കുറിയാണ് കപട സംക്രമണ മൂലകം. ഇനി ഈ ഗ്രാഫ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഏത് നിയമമാണ്? B പ്രൊപ്പോർഷണൽ ടു 1/P. അതായത് വോളിയം പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നത് ബോയിൽ നിയമമാണ്. എക്സാമ്പിള് നമ്മുടെ എന്താണ് അക്വേറിയം, കുമിളകൾ ഇങ്ങനെ വലുതായി വന്ന് പൊട്ടുന്നു. ഇത് ബോയിൽ നിയമമാണ്. ഇനി ചാൾസ് നിയമം V പ്രൊപ്പോർഷണൽ ടു T ആണ്. V പ്രൊപ്പോർഷണൽ ടു T ആണ്. ഇങ്ങനെ ഇരിക്കും ഗ്രാഫ്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇപ്പൊ ഒരു ബലൂണ് പുറത്ത് വെച്ചാൽ വീർത്ത് പൊട്ടും. അത് ചാൾസ് നിയമമാണ്. V പ്രൊപ്പോർഷണൽ ടു N ആണ് നമ്മളുടെ അവഗാഡ്രോ നിയമം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് നിയോഡിമിയം. ആൻസർ എന്താണ്? നിയോഡിമിയം. അയ്യൻ കാളിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തു. ഇദ്ദേഹം 1815 പെരുന്നാട് ലഹള നടത്തി. പഞ്ചമിക്ക് വേണ്ടി സ്കൂള് ആരംഭിച്ചു. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാടത്തെല്ലാം മുട്ടിപ്പുല്ല് കുളപ്പിക്കും എന്ന് പറഞ്ഞു. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിളിച്ചത് ഇന്ദിരാ ഗാന്ധിയാണ്. അല്ല, പുലയ രാജ എന്ന് വിളിക്കുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വന്നത് ഇന്ദിരാ ഗാന്ധിയാണ്. അപ്പോ തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യയുടെ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ആരാണ് ആദ്യ വനിത? ഉത്തരം PT ഉഷയാണ്. ആദ്യ വനിത ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് PT ഉഷ. ഏഷ്യൻ ഗെയിംസിൽ ഒരുപാട് മെഡലുകൾ സ്വന്തമാക്കി. നമ്മുടെ ഒളിമ്പിക്സിൽ പെട്ടെന്ന് എന്തായിപ്പോയി? 4ാം സ്ഥാനമായി മാറിപ്പോയി. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? സേതു കാലമാണ്. രവി ഖസാക്കിന്റെ ഇതിഹാസം. സുഹ്റ എന്റെ ഉപ്പാക്ക് ഒരു ആനയുണ്ടാകും. സുഹ്റയും മജീദും ബാല്യകാല സഖിയാണ്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയതാണ്. പപ്പു ഓടയിൽ നിന്ന് അതും ശരിയാണ്. അപ്പൊ ഉത്തരം തെറ്റായ ജോഡി ആയതുകൊണ്ട് ഇതാണ്. സേതു ഏതാണ്? കാലം. രവി എപ്പോഴും എല്ലാവർക്കും അറിയാം, OV വിജയൻ, ഖസാക്കിന്റെ ഇതിഹാസം. അടുത്തത് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ഉത്തരം മൈക്കലാഞ്ചലോ. ഉത്തരം എന്താണ്? മൈക്കലാഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ്? ഉത്തരം അഖിൽ P ധർമ്മജൻ. അപ്പൊ റാം കെയർ ഓഫ് ആനന്ദി, ഇത് കണ്ടോ, കുറെ ക്വസ്റ്റ്യൻസ്, ബുക്കുകൾ, നോവൽ ആരെഴുതി, അങ്ങനെ എഴുത്തുകാരെ ചോദിക്കുന്നു. പുതിയൊരു ട്രെൻഡ് ഇറക്കുകയാണ്. കുറെ ചോദ്യങ്ങൾ, സാധാരണ ഒരു ചോദ്യമൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടോ 2-3 ചോദ്യങ്ങൾ വരുന്നു. അപ്പൊ റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ P ധർമ്മജൻ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്?
ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ, വിൻഡോസ് അല്ലേ? നമുക്ക് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, തൊടാം. എക്സാമ്പിൾ പ്രിന്റർ, മൗസ്, കീബോർഡ്, ഇതൊക്കെയാണ്. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് കാണാനും പറ്റത്തില്ല, സ്പർശിക്കാനും പറ്റത്തില്ല, നമുക്ക് തൊട്ട് നോക്കാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്, അല്ലെ? അപ്പോൾ ഈ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് വിൻഡോസ്, സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത ഉണ്ടാക്കും, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. അപ്പോ ഗവൺമെന്റ് പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്തുന്നു, ശരിയാണ്. ഈ ഗവേണൻസുമായി ബന്ധപ്പെട്ടാണ് അക്ഷയ. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു, ശരിയല്ലേ? ഇനി ഓഫീസിലെ പൊതുജനങ്ങൾക്ക് പോകേണ്ടി വരുന്നുണ്ടോ? ഇല്ല, അക്ഷയയിലൊക്കെ പോയി നമുക്ക് കാര്യങ്ങൾ സാധിക്കാം. ഓഫീസിലായിരിക്കും നമുക്ക് പോകേണ്ടി വരുന്നില്ല, വീട്ടിൽ നിന്നൊക്കെ തന്നെ ആപ്ലിക്കേഷൻസ് അയക്കാം, നമുക്ക് ഡൗൺലോഡും ചെയ്യാം നമ്മുടെ റിസൾട്ട്സ് ഒക്കെ. 1ഉം 2ഉം ശരിയാണ്. 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? 2 വ്യത്യസ്ത നെറ്റ്വർക്ക് ആണെങ്കിൽ ബന്ധിപ്പിക്കുന്നത് ഗേറ്റ് വേ ആണ്. ഹബ്ബ് ഒരു കേന്ദ്രമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബ്രിഡ്ജ് 2 ഇതിനെ തമ്മിൽ കണക്ഷൻ വരുന്നതാണ് ബ്രിഡ്ജും. പാലം പോലെ തന്നെ 2 എണ്ണത്തിന്റെ തന്നെ വരുന്നതാണ് ബ്രിഡ്ജ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തൽ നിന്ന് ഒഴിവാക്കിയത്? 2005 ജൂൺ 15-നാണ് പാസ്സാക്കുന്നത്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. വെരി ഇമ്പോർട്ടന്റ്. 97-ൽ തന്നെ വിവരാവകാശം തമിഴ്നാട്ടിൽ നിലവിൽ വന്നു. അപ്പോൾ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, അരുണ റോയി, അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി വിവരാവകാശ നിയമം നിലവിൽ വന്നു. ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാൻ. സർക്കുലറുകൾ, കോൺട്രാക്ടറുകൾ, ലോഗ് ബുക്കുകൾ, ഇപ്പൊ ഗവൺമെന്റ് ഫോംസ് എല്ലാം നമുക്ക് വിവരങ്ങൾ കിട്ടും. എന്നാൽ അന്വേഷണ പ്രക്രിയയെ തടസ്സമാക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന വിവരങ്ങൾ, രഹസ്യ സ്വഭാവമുള്ള രാജ്യത്തിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്ന വിവരങ്ങൾ കിട്ടില്ല. കോടതി പരിഗണനയുള്ള വിവരങ്ങൾ കിട്ടില്ല. ഒരു വ്യക്തിയുടെ ജീവനെ ബാധിക്കുന്ന വിവരങ്ങൾ കിട്ടില്ല. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിച്ചു. ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിച്ചത്? വിവര അവകാശമാണ് ഉപയോഗിച്ചത്. ഇനി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന വ്യക്തികൾ മാത്രം. അപ്പോൾ ആൻസർ ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാളെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കുന്നത്. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു ക്രൂരതയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ഏതെല്ലാം? ഭാര്യ ഭർത്താവ്, രക്തബന്ധമുള്ളവ, വിവാഹ സമാനമായ ബന്ധമുള്ളവ, എല്ലാം ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം അരുൺ കുമാർ മിശ്രയാണ്. ക്ലിയർ ആണ്? അരുൺ കുമാർ മിശ്ര. ഇനി നമ്മൾ ഇംഗ്ലീഷ് ചോദ്യത്തിലേക്ക് പോയതിനു ശേഷം മാത്സിലേക്ക് തിരിച്ചു വരാം. ഈച്ച് ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഹാർഡ്. നമ്മളുടെ ആൻസർ ഈച്ച് ഓഫ് എംപ്ലോയീസ്, ശേഷം ഈച്ചിന് ശേഷം സിംഗുലർ ഈസ്. ഷീ അക്യൂസ്ഡ് മീ ടോക്കിംഗ് ലൗഡ്ലി. accused me of. We have been living here for 5 years. അപ്പൊ ഇത് ഏത് ടെൻസ് ആണെന്ന് കണ്ടു. have been for 5 years. Sina dash tomorrow to attend the wedding. Sina will come tomorrow to attend the wedding. Tomorrow എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഡേ ആണ്, അപ്പൊ ഫ്യൂച്ചർ ടെൻസ് ആണ്. It was unanimous decision. U എന്ന് പറയുമ്പോൾ Y എന്ന ഫോം അല്ലേ ഉച്ചാരണം വരുന്നത്? ഉച്ചാരണമാണ് നോക്കുന്നത്. അപ്പോൾ AIOU വവൽ ആണെങ്കിലും ഉച്ചാരണം Y എന്നായതുകൊണ്ട് നമ്മളുടെ ഉത്തരം A യുനാനിമസ് ആണ്. വൺ ഹു ട്രീറ്റ് സ്കിൻ ഡിസീസ് ഈസ് കോൾഡ്. ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തല്ലേ പോകുന്നത്? സ്കിൻ ഡിസീസ്. സൈക്കോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ്, പ്രസവല്ലേ ഗൈനക്കോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, വേറെന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ. ഒഫ്താൽമോളജി എന്താണ്? കണ്ണുമായി ബന്ധപ്പെട്ടത്. ഇനി അടുത്തത് നമ്മുടെ കാലുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലരും ചോദിക്കാറുണ്ട്. ഇയർ, ENT. ഡു യു മൈൻഡ് ഡാഷ് ആൻസേഴ്സ്. മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ ING വരണം. റൈറ്റിംഗ്. ക്ലിയർ ആണ്? ലെസ്റ്റ് കഴിഞ്ഞാൽ ലെസ്റ്റ് കണ്ടാൽ ഷുഡ് വരണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെന്റ്? ഡോർമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇനാക്റ്റീവ്. ആൻസർ ഇനാക്റ്റീവ്, ആക്റ്റീവ് അല്ല. ദി ഈവനിങ് വാസ് ഡാറ്റ് ദാൻ ദി മോർണിംഗ്. ഈവനിങ് വാസ് ഹോട്ടർ ദാൻ. ഇപ്പൊ ഭയങ്കര ചൂടായിരുന്നു,
തണുപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നത്തിങ് വിൽ ഹാപ്പൻ. നത്തിങ് എന്ന് പറയുന്ന നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആയിരിക്കണം ടെൻസ്. വിൽ ഇറ്റ്, വിൽ ഇറ്റ്, ആൻസർ എന്താണ്? വിൽ ഇറ്റ്. ഇനി ശരിയായ പദമാണ് നമുക്ക് വേണ്ടത്, മലയാളമാണ് നമ്മളുടേത്. അഗാധത ആദ്യത്തേതാണ് ശരി. ലേൺ ബൈ ഹാർട്ട്, ഈ ശൈലിയുടെ മലയാള പ്രയോഗം എന്താണ്? നമ്മളുടെ ഉത്തരം ലേൺ ബൈ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ്. ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ജന്മം മുതൽ, ആ ജന്മം. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏതാണ്? മഞ്ഞ് ഹരിണമാണ്, മഞ്ഞല്ലാത്തത് ഹിമം, നിഹാരം, തുഷാരം, ഇതൊക്കെ മഞ്ഞ. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം എന്ത്? ശിഷ്ടൻ, ദുഷ്ടൻ, ശിഷ്ടൻ. ഉച്ചം, നീചം. ആമയം, നിരാമയം. പ്രധാനം, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വിള പുറത്തിട്ട് വേലി കെട്ടരുത്, പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. തീക്കനൽ തിരിച്ചെഴുതുക, തീ പ്ലസ് കനലാണ്, തീക്കനൽ. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? നായികയാണ്. ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ശബ്ദം എന്ന അർത്ഥം വരാത്തത് വാണിയാണ്. വാക്ക് എന്നൊരർത്ഥം വരുന്നു. രവം, സ്വനം, ധ്വനി, ശബ്ദമാണ്, മുഴക്കം. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം. പൂജക ബഹുവചനം എന്ന് പറയുമ്പോൾ ബഹുമാനത്തെ സൂചിപ്പിക്കുന്നു. ഗുരുക്കൾ, വൈദ്യർ, അവർകൾ, തിരുവടികൾ, നിങ്ങൾ, താങ്കൾ, ഇതെല്ലാം പൂജക ബഹുവചനമാണ്. അധ്യാപകന്മാർ എന്ന് പറയുമ്പോൾ സലിംഗ ബഹുവചനമാണ്, ആണുങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പൊ സലിംഗ ബഹുവചനമാണ്. ക്ലിയർ ആണ്? ഇനിയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കമ്പൈലറിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 20 ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. 13/125. 13നെ ഡിവൈഡ് ചെയ്യുക 125. ചെയ്യാൻ പറ്റത്തില്ല, 0 ഇടുക. ഒരു പ്രാവശ്യം 125, ബാലൻസ് 5. 0.1 എല്ലാത്തിലും ഉണ്ട്. ഈ 5 കണ്ട ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 0.10 വരുന്ന ഇതാണ് ഉത്തരം. അപ്പൊ വീണ്ടും നമ്മൾ 0 ഇട്ടു, 0 ഇട്ടു. അപ്പോ ഇനി 4 കൊണ്ട് ചെയ്യാം. 400 സംതിങ് വരും. അപ്പോ ഇതാണ് ഉത്തരം. അടുത്തത് 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര കിട്ടും? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 10,000 105/100 ഇൻറ്റു 105/100, പിന്നെ 10,000 കൂട്ടണം. അതല്ലെങ്കിൽ 10,000 കിട്ടി, 5% 5/100, അപ്പൊ 500 രൂപ എന്ന് കിട്ടി. ഇതാണ് 1ാം വർഷത്തെ പലിശ. I = PNR/100 എന്ന ഫോമിലാണ് ചെയ്യുന്നത്. 2ാം വർഷത്തെ പലിശ ചോദിച്ചാൽ ഈ 500 രൂപ വീണ്ടും കിട്ടും. എന്നിട്ട് 500ന്റെ പലിശ കാണണം. 500ന്റെ പലിശ 25 ആണ്. അപ്പോൾ നമുക്ക് പലിശ, കൂട്ടുപലിശ 1025. 2 വർഷം കഴിയുമ്പോൾ അയാൾ നിക്ഷേപിച്ച 10,000 കൂടെ കൊടുക്കണം, 1025 പലിശയും കൊടുക്കണം. എന്താ കിട്ടും? 11,025 ആണ് ഉത്തരം. ക്ലിയർ ആണ്? ഉത്തരം എന്ത് വരുന്നു? 11,025 വരുന്നു. ഏത് സംഖ്യയുടെ 75% 15? X എന്ന സംഖ്യ 75% നമുക്ക് 15 എന്നെടുക്കാം. അപ്പൊ X എന്ന് പറയുമ്പോൾ ഈ 100 ഇങ്ങോട്ട് ഗുണിക്കാം, 1500. Xനെ നമുക്ക് 1500/75 എന്നെഴുതാം. ഓക്കെ ആണ്? ക്ലിയർ ആണ്? 75 3 എന്താണ്? I3 15. അപ്പൊ ഓക്കെ, ഇനി 5 കൊണ്ട് ഗുണിക്കുന്നു. I3 15, ഒരു 5 5, I5 25. വീണ്ടും 5 കൊണ്ട് I3 15, 6 5 30. 60 30 ഹരിക്കുമ്പോൾ 2 3 6 അല്ലെ? 75 2 150 അല്ലേ? അത് ഒറ്റയടിക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. 75 2 ചെയ്യാമെങ്കിൽ ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് പോകാം. ആൻസർ 20 ആണ്. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. അപ്പൊ ആദ്യത്തതിനെ X എന്നും രണ്ടാമത്തതിനെ 2x എന്നും വിളിക്കാം. ചെറിയ കോണിന്റെ കൂടെ 6 കൂട്ടി. ചെറിയ കോൺ Xന്റെ കൂടെ 6 കൂട്ടി. വലിയ കോണിന്റെ കൂടെ 6 കുറച്ചു. വലിയ കോൺ 2xന്റെ കൂടെ 6 കുറച്ചു. അപ്പോ അംശബന്ധം കിട്ടുന്നത് 2:3 എന്നാണ്. അപ്പൊ x + 6/2x - 6 എന്ന് പറയുന്നത് 2/3 ആണ്. ഇത് ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3x + 18 എന്ന് കിട്ടും. ഇത് ക്രോസ് ചെയ്യുമ്പോഴോ 2x × 2 4x - 12 എന്ന് കിട്ടി. 4xഉം 3xഉം ഒരിടത്ത് വരട്ടെ. 4x - 3x x ആണ്. 18ന്റെ കൂടെ -12 ഇപ്പുറത്ത് വരുമ്പോൾ +12 ആണ്. അപ്പൊ എന്താണ് ഉത്തരം കിട്ടുന്നത്? 30 എന്നാണ് കിട്ടുന്നത്. ആദ്യ കോൺ എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. രണ്ടാമത്തെ കോൺ 30 × 2 60 ആയിരിക്കും. പിടികിട്ടിയോ?
അപ്പോൾ എക്സ് 2x എന്ന് എടുത്തു. ചെറിയ കൊണ്ടുകൂടെ 6 കൂട്ടാൻ പറഞ്ഞപ്പോൾ x + 6, വലിയ കൊണ്ടുകൂടെ 6 കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ 2x - 6. ഇതിന്റെ ഒരു അംശം വന്ന് x + 6 / 2x - 3. അപ്പൊ പുതിയ അംശം വന്ന് 2/3. ക്രോസ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായാൽ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഇത്. ഒരു സംഖ്യ x, സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യം. അപ്പോൾ സംഖ്യ 5 മടങ്ങ് 5x, ആ സംഖ്യയേക്കാൾ 4 കൂടുതൽ x + 4, അതിന്റെ 3 മടങ്ങിന് തുല്യമാണ്. അപ്പൊ 5x = 3x + 12 ആണ്. 5x ന്ന് 3x കുറയ്ക്കുമ്പോൾ 2x, ഇപ്പുറത്ത് വെച്ച് കുറച്ച് 12. അപ്പൊ x എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. ഉത്തരം 6. സമഭുജ സാമ്പാന്തരികത്തിന്റെ പരപ്പളവ് എന്താണ്? സമഭുജ സാമ്പാന്തരികത്തിന്റെ പരപ്പളവ് വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതിയാണ്. വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതിയാണ്. ഇനി ഒരു സമാന്തര ശ്രേണി ബീജഗണിത രൂപം എഴുതുക. ഇപ്പൊ 2, 4, 6 ഇങ്ങനെ പോകുന്നു. നിശ്ചിത സംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിനെ സമാന്തര ശ്രേണി എന്ന് വിളിക്കാം. അപ്പൊ ഇതിന്റെ ഒരു ബീജഗണിത രൂപം ചോദിച്ചാൽ a + n - 1 × d ആണ്. a 2 ആണ്, n - 1 എനിക്ക് അറിയത്തില്ല. ഇതിന്റെ പൊതുവ്യത്യാസം a ആദ്യപദം, d പൊതുവ്യത്യാസം, n എത്ര നമ്പർ, ഇത് എക്സെട്ര ആണല്ലോ, n ആണെന്ന് അറിയത്തില്ല. അപ്പൊ 2. അപ്പൊ 2 + 2n - 2, ഉത്തരം 2n എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഒരു സമാന്തര ശ്രേണി, അതായത് ഇതൊരു ഗുണനസംഖ്യകളുടെ എല്ലാം അതേ ഇൻറ്റു n എന്നാണ്. ഇപ്പൊ 1ന്റെ 1, 2, 3 എന്നുള്ളതാണെങ്കിൽ 1n ആണ്. 3ന്റെ ഗുണനപ്പട്ടികയുടെ ബീജഗണിത രൂപം 3n ആണ്. 5, 10, 15 അതിന്റെ ബീജഗണിത രൂപം 5n ആണ്. എന്നാൽ നിങ്ങളിപ്പോ 2, 3 കൂട്ടി പോവുകയാണെന്ന് വിചാരിക്കുക, 5, 8 ഇങ്ങനെയാണെങ്കിൽ ഇതിനൊരു പ്ലസ് സംതിങ് കാണും. അപ്പൊ എന്തായാലും എന്നിലായിരിക്കും. ഒരു സാധാരണ സമാന്തര ശ്രേണിയാണെങ്കിൽ എന്നിന്റെ ഗുണിതത്തിലായിരിക്കും സംഭവങ്ങൾ പോകുന്നത്. an + b എന്ന ഫോമിലായിരിക്കും. ഒരു ക്ലോക്കില് സമയം 9:30 ആണ്. മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിലുള്ള കോണളവ് എത്ര? ഇക്വേഷൻ, കോണളവ് കാണാനുള്ള ഇക്വേഷൻ 30h - 11/2 m ആണ്. h എന്ന് പറയുന്നത് 9 മണിക്കൂർ, 9 അവർ, m 30 മിനിറ്റ്, m കിട്ടി. എങ്കിൽ 30 × 9 - 11/2 × m 30 വെട്ടുന്നു 15. 15 11 165 ആണ്. 270 - 165 ആണ് നമ്മളുടെ ഉത്തരം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 105 എന്നാണ്. എന്താണ് ഇക്വേഷൻ? കോണളവ് കാണാൻ 30h - 11/2 m. 30h - 11/2 m. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമ്മളുടെ ഉത്തരം 58 C ആണ്. 25% കിഴിവില് രാഹുല് ഒരു സെറ്റർ വാങ്ങി, അല്ലെ? അപ്പൊ 25% കിഴിവിലാണ് സെറ്റർ കിട്ടിയത്. x 25/100 ആണ് 200. അപ്പൊ x എന്ന് പറയുന്നത് 25 4 അല്ലേ 100, 200നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഉത്തരം 800 രൂപയാണ് ഈ ഇതിന്റെ ആദ്യ വില. ഡിസ്കൗണ്ടിന് മുമ്പുള്ള വില ഇതാണ്. 25% എന്ന് പറയുന്നത് 200 എന്നാണ് തന്നേക്കുന്നത് കിഴിവ്. അപ്പൊ ഡിസ്കൗണ്ടിന് മുമ്പിൽ ഇത് എത്ര രൂപയായിരിക്കും? 800 രൂപ. ഇത് സ്കൂൾ ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 15 തൊഴിലാളികൾ 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? അപ്പോൾ നമ്മളുടെ ആൻസർ n1 d1 = n2 d2. n എന്നും ചിലർ m എന്നും തൊഴിലാളികളുടെ എണ്ണത്തെ എടുക്കും. 15 തൊഴിലാളികൾ 48 മണിക്കൂർ. എത്ര തൊഴിലാളികൾ വേണം എനിക്ക് അറിയത്തില്ല. d2 30 മണിക്കൂർ. ഒന്നെങ്കിൽ ഇങ്ങനെ 15/48/30 = n2, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ 15 2 30, ഇവിടെ വെച്ച് തന്നെ വെട്ടി 24. അപ്പൊ ഇത് വെട്ടി 15 2 30 വെട്ടി 24, ഉത്തരം 24. അങ്ങനെ 10 മാത്സ് ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മലയാള ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇംഗ്ലീഷ് ചോദ്യങ്ങൾ കണ്ടു, മാത്സ് ക്വസ്റ്റ്യൻസ് കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? നമ്മളുടെ GK ചോദ്യങ്ങളാണ്. പിന്നുള്ളൊരു 20 ചോദ്യങ്ങൾ ഇവരുടെ കമ്പൈലറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമ്മളത് നോക്കുന്നില്ല. അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി മാത്സ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോയിലല്ല പോയത്. കാര്യം ഒരുവിധം ഈസി ക്വസ്റ്റ്യൻസ് ആണ് മാത്സ്. പതുക്കെ പറയാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഈ ഒരു മീഡിയം ലെവലിൽ അങ്ങ് പോയത്. കാര്യം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ബോറടിക്കും കൂടുതൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്ലോയിൽ വേണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. നമുക്ക് സ്ലോയിൽ ഒരു സെക്ഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. 2024 ഇപ്പോഴത്തെ ചോദ്യമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടി പറയുകയാണ്.
നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം കമന്റ് ചെയ്യുക. ചോദ്യം ഇതാണ്, നമ്മളുടെ കേരളത്തിന്റെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇനി ഒരു കാര്യം കൂടി